ചേച്ചി, മുത്തശ്ശൻ വന്നിട്ടുണ്ട്. മുത്തശ്ശൻ സംസാരിക്കേ, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. സങ്കടം കൂടി കൂടി വരിക അല്ലേ മോളെ? ഒന്നും പേടിക്കണ്ട, അരുണിന്റെ പിണക്കമൊക്കെ മാറും. മോളെ വിട്ടിട്ട് അരുൺ ഒറ്റയ്ക്ക് ജീവിക്കുമെന്നൊന്നും കരുതണ്ട. എത്രയും വേഗം നിങ്ങൾ തമ്മിൽ ഒന്നിക്കും. പക്ഷേ മോള് പറ്റിപ്പോയ അബദ്ധം ആവർത്തിക്കരുത്. അതിന് വിഷമമാണെന്നറിയാം. മോളുടെ മനസ്സിൽ ആരെങ്കിലും കയറി പറ്റിക്കഴിഞ്ഞാല് പിന്നെ അവരെ മറക്കാൻ പ്രയാസമാ. അത് ഞങ്ങൾക്കറിയാം. എങ്കിലും നമ്മളുടെ ജീവിതത്തിനും ഭാവിക്കും തടസ്സമാവുന്നവരെ നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ മോളെ. ഇവിടെ ചില തീരുമാനങ്ങളൊക്കെ കണ്ടനെടുത്തെന്നറിഞ്ഞു. അത് മാളു എന്നെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത്. അരുൺ സാറിന് എന്നെ കാണുന്നത് പോലും ദേഷ്യമാ. കണ്ണേട്ടിനോടും വളരെ പരുഷമായിട്ടൊക്കെയാ സാറ് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാം വിട്ടു തരുന്നല്ലേ മുത്തശ്ശ നല്ലത്. എന്ത് വിട്ടുതരുമെന്ന മോള് പറയുന്നത്? എനിക്ക് മൊത്തം 5 കൊച്ചുമക്കളാ. മോൾ ഉൾപ്പെടെ 5 പേര്. മറ്റാർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ മോൾക്ക് തരണമെന്നാ എന്റെ ആഗ്രഹം. മുത്തശ്ശന്റെ സ്വന്തം കൊച്ചുമക്കള് മറ്റു 4 പേരും അല്ലേ? ജന്മം കൊണ്ടങ്ങനെ. പക്ഷേ കർമ്മഫലം വെച്ച് നോക്കുമ്പോ മോൾക്ക് മീതെ എല്ലാവരും. അരുൺ മോളെ വിവാഹം കഴിച്ച ശേഷമാണ് മോളെ കാണുന്നതും മോളുടെ സ്വഭാവം മനസ്സിലാക്കുന്നതും. അതിൽ പിന്നെ മോള് മുത്തശ്ശനെയും ദേവിയൊക്കെ സ്വഭാവം കൊണ്ട് കീഴ്പ്പെടുത്തി കളഞ്ഞു. എന്തിനാ ശരത്തേട്ടൻ അവനെ കാണുന്നത്? അല്ല, നിങ്ങളാരും എന്നോട് സത്യം പറയുന്നില്ല. അയാളോട് ശാന്തമായിട്ട് കാര്യങ്ങൾ ചോദിച്ചാ ചിലപ്പോ എല്ലാം പറഞ്ഞേക്കും. ഇവളെ കൊല്ലാനായിട്ട് ഗുണ്ടകളെ വിട്ടതിനാണോ ശരത്ത് കാണാൻ പോകുന്നത്? അയാൾ ഒരു ക്രിമിനൽ മൈൻഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതും ഇല്ലാതാക്കാനാണ് അയാളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാരണവശാലും ശരത്തേട്ടൻ അയാളെ കാണരുത്. ഞാൻ അയാളെ കാണില്ല. പക്ഷെ താൻ എനിക്കൊരു വാക്ക് തരണം. ഇനി ഡോക്ടർ ജീവനെ കുറിച്ച് ഇവിടെ സംസാരിക്കില്ലെന്ന്, അയാളെ തല്ലാനും കൊല്ലാനും താൻ നടക്കില്ലെന്ന്. അവൻ എന്റെ കുട്ടികളെ ശല്യം ചെയ്താ ചിലപ്പോ ഞാൻ അങ്ങനെ ചെയ്തു എന്ന് വരും. അയാളുടെ പോക്കത്ര സുഖകരമായി തോന്നുന്നില്ല ചാ. ഇടക്കാലത്ത് നല്ലൊരു ഭാര്യയായി അയാൾ എന്റെ ഒപ്പം കഴിഞ്ഞു. വളരെ കുറച്ചു നാളുകൾ മാത്രം. ഇപ്പൊ ഈ ഡോക്ടർ ജീവന്റെ വിഷയത്തിൽ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലുമൊക്കെ ഈ വീട്ടിനകത്തുണ്ട്. നമ്മുടെ കുടുംബവുമായി ബന്ധമില്ലാത്ത ഏതോ ഒരുത്തിനു വേണ്ടി സംസാരിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. അതുപോലെ മഞ്ജുവിനെ മാറ്റി നിർത്തിയിട്ട് കാർത്തുവിനെ സ്നേഹിക്കുന്ന കാര്യം ദേവയ്ക്കുമില്ല, അച്ഛനുമില്ല. സത്യമാണ് ഞാനീ പറയുന്നത്. നിങ്ങളൊക്കെ ഇപ്പോ സ്വന്തം കൊച്ചുമക്കളെക്കാൾ സ്നേഹിക്കുന്നത് കാർത്തുവിനെയാ. ആ കുട്ടി പാവാ, ഞാൻ സമ്മതിച്ചു. പക്ഷെ കാർത്തുവിന് കൊടുക്കുന്ന സ്നേഹവും വാത്സല്യവും അതിര് കടന്നു പോകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഓണമൊക്കെ വരുമല്ലേ, വീണ്ടും എന്റെ തറവാട്ടിലേക്കൊന്ന് പോകണം. ഇത്തവണ എല്ലാവരും ഓണത്തിന് ഏതെങ്കിലും വീട്ടിൽ ഒത്തുകൂടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോ ശരത്ത് പോയാലോ? ആ ഒത്തുകൂടലിനിടയിലും ഇത്തരം കാഴ്ചകളൊക്കെ ഉണ്ടാവും വച്ചാ. കാർത്തുവിനെ നിങ്ങളൊക്കെ അമിതമായി സ്നേഹിക്കുകയും മഞ്ജുവിനെ അനന്തുവിനെ മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുമ്പോ അത് സഹിക്കാൻ എനിക്ക് പറ്റില്ല. എന്തിനാ അതൊക്കെ കാണാനായിട്ട് ഞാനിവിടെ കടിച്ചു തൂങ്ങുന്നത്? ഒരു കാര്യം ഞാൻ തർപ്പിച്ചു പറയാം. ഞാൻ ചിന്തിക്കുന്നതിനപ്പുറം എന്തൊക്കെയോ ബന്ധം കാർത്തുവും ഡോക്ടർ ജീവനുമായിട്ട് അച്ഛന്റെ മോൾക്കുണ്ട്. കാർത്തുവിന്റെ മനസ്സിലേക്ക് അവനോടുള്ള സ്നേഹം ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തത് നിങ്ങൾ രണ്ടാളുവാ. അത് ആദ്യം മുതലേ ഞങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞല്ലോ.
ഡോക്ടർ ജീവനെ ഇതിന്റെ പേരിൽ ഞങ്ങൾ അകറ്റേണ്ട കാര്യം എന്താ? അയാളെ അരുണിന്റെ അപ്പച്ചി കൊല്ലാൻ ശ്രമിച്ചു. എന്നിട്ട് പോലീസിനോട് അരുണിന്റെ അപ്പച്ചിയുടെ പേര് അയാൾ പറഞ്ഞു. അതൊക്കെ പോട്ടെ. ഇപ്പോ അപ്പച്ചിയെ ഗുണ്ടകളെ ആക്രമിച്ചില്ലേ? അവരെ പറഞ്ഞു വിട്ടത് ആരാണെന്ന് അരുൺ അന്വേഷിച്ചു. എന്നാൽ ഞങ്ങൾ അത് കണ്ടുപിടിച്ചു. സ്വന്തം ഏട്ടനും ഏട്ടത്തെയും കൂടാണ് ആ നാടകം കളിച്ചത്. അതിന്റെ പേരിലും ഡോക്ടർ ജീവനെ സംശയിക്കില്ല അരുൺ ചെയ്തത്. അതൊക്കെ അവനുണ്ടാക്കിയ നാടക. അതെനിക്ക് നന്നായിട്ട് അറിയാം. അല്ല അരുണേട്ടാ, ആ കാര്യത്തില് ഡോക്ടർ ജീവൻ നിരപരാധിയാ. അത് എനിക്കും അറിയാം. നീ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയോ? ഡോക്ടർ ജീവൻ സാറ് പറയുന്ന പോലെ അത്ര പ്രശ്നക്കാരനായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. എല്ലാരും ഒന്നായി. ഇവളുടെ അമ്മയെ ഒരിക്കലും ഇല്ലായ്മ ചെയ്ത ഒരുത്തനെ ഇവള് പോലും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ പിന്നിലും കണ്ണേട്ടനും പവിത്രത്തിനും തന്നെയാ. അതെ, ഞങ്ങൾ തന്നെ എല്ലാ തെറ്റും ചെയ്തത് സമ്മതിച്ചു. ഇനിയിപ്പോ അതിനെ പറ്റിയൊരു സംസാരം വേണ്ട. ദയവ് ചെയ്ത് ഇതുപോലെ ഞങ്ങളെ വിമർശിക്കാനായിട്ട് അരുൺ ഇങ്ങോട്ട് കയറി വരുന്നതെന്നൊരു അപേക്ഷയുണ്ട്. ഓ, പറഞ്ഞതുപോലെ ഇത് അരുണിന്റെ മുത്തശ്ശൻ ദാനം തന്ന വീടാണല്ലോ. അവിടേക്ക് കയറി വരുന്നതെന്ന് പറയാൻ ഞങ്ങൾക്ക് എന്ത് അർഹതയുള്ളേ? ഈ വീടും പറമ്പും ഇവിടെ തൊഴുത്തി കെട്ടിരിക്കുന്ന പശുക്കള് പോലും അരുണിന്റെ സംഭാവനയാ. ഞാൻ ചെയ്തൊന്നും വിളിച്ചു പറയാൻ വേണ്ടി വന്നതല്ല. എങ്കിലും സത്യം അതാണല്ലോ. ഇന്നലെ വരെ നല്ല സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നവര് ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോ നല്ല വിഷമം ഉണ്ടായിരുന്നു ഏട്ടാ. എടി, എനിക്ക് അതിനേക്കാളും വിഷമമുണ്ട്. ഞാൻ സ്നേഹിച്ചവര് എന്റെ പിന്നിൽ നിന്ന് കുത്തിയപ്പോ. ഇനിയിപ്പോ എല്ലാവരും ഓണത്തിനിവിടെ കൂടണമെന്ന് അപ്പച്ചി പറയുന്നത്. എനിക്കൊരു താല്പര്യമില്ല. എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കി തന്ന വലിയ ഉപകാരം. അങ്ങനെ ഒരു നല്ല കാര്യമെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തു തരണം. ഒരിക്കലും ചെയ്യരുത് കണ്ണേട്ടാ. ഓണം ഇവിടെ ആഘോഷിക്കണമെന്ന് അമ്മ തീരുമാനിച്ചതാ. അത് നടക്കണം. അരുണിനെ വിഷമിപ്പിച്ചിട്ട് അത് വേണോ മോളെ? കുറച്ച് വിഷമിക്കട്ടെ. ഓണത്തിന് അന്ന് കാർത്തുവെച്ച് ഇവിടെ ഉണ്ടെങ്കിൽ അരുണേട്ടനും ഇവിടെ വേണം. അത് ചിലപ്പോ നല്ലതിനു വേണ്ടിയായിരിക്കും കണ്ണേട്ടാ. ഇവളുടെ അമ്മയും മുത്തശ്ശനും തീരുമാനിച്ചതല്ലേ ഇവിടെ തന്നെ ഓണം ആഘോഷിക്കണമെന്ന്. അതിനി മുടക്കണ്ട കണ്ണേട്ടാ. അത് നമ്മൾ കളിക്കുന്ന നാടകമാണെന്ന് അരുണ് പറഞ്ഞാലോ? ആരുടെ മുമ്പിലും നാടകം കളിച്ച് ശീലമില്ലാത്തോണ്ടവനെ നേരെ വാ നേരെ പോ അങ്ങനെ ശീലിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കേൾക്കുന്നതിനകത്ത് വലിയ വിഷമമുണ്ട്. ഇതിന്റെയൊക്കെ ഇടയ്ക്ക് കണ്ണേട്ടൻ അനുഭവിക്കുന്ന വേദന ആരും കാണുന്നില്ല മോളെ. നെഞ്ചു പിടഞ്ഞു നടക്കുക. കാർത്തു കരയുമ്പോ അതിനേക്കാൾ കൂടുതൽ കരയുന്നുണ്ട് കണ്ണേട്ടൻ. അത് പുറമെ കാണിക്കുന്നില്ലെന്ന് മാത്രം. അരുണിന്റെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മോളെ. കാർത്തു ഏതു നേരവും മതിലകത്താണെന്നാ കേട്ടത്. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോ എല്ലാവരും നന്നായിട്ട് പെരുമാറുന്നുണ്ടെങ്കിലും അവിടെ എന്തൊക്കെയോ കാര്യമായ കുഴപ്പങ്ങളുണ്ട്. ഞാൻ പോയപ്പോഴും ശ്രദ്ധിച്ചായിരുന്നു. കാർത്തൂന്റെ മുറി കയറി നോക്കിയപ്പോ ഷെൽഫിൽ അവളുടെ ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അവള് പിണങ്ങിപ്പിരിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുവാണോ? അങ്ങനെ തന്നെയാ മോളെ എനിക്കും തോന്നുന്നത്. അല്ലെങ്കിൽ മാളൂന്ന് പറഞ്ഞ ഒരുത്തി വന്നെന്നും കരുതി ഏതു നേരം അവിടെ കയറി നിൽക്കുവോ? അവിടെ എന്താ നടക്കുന്നതെന്ന് ഒന്നറിയണല്ലോ അമ്മേ. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. എന്തായാലും അരുണിന്റെ വീട്ടിലോട്ടൊക്കെ ഇടയ്ക്കൊന്ന് പോണം. മതിലകത്ത് പോയിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ഉള്ളവരൊന്നും നടന്ന സംഭവം പറയത്തില്ല. പിന്നെ ആ കിളവി കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് കുത്താൻ തുടങ്ങും. നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. കേട്ടോണ്ട് നിൽക്കാനല്ലേ പറ്റൂ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ നിന്റെ കെട്ടിയോൻ ഇവിടെ ഒന്ന് ചാടി തുള്ളാൻ തുടങ്ങും. അവളുടെ ബന്ധം തകരണേന്ന് ഞാൻ സകല ദൈവങ്ങളോടും പ്രാർത്ഥിച്ചതാ. അമ്മയ്ക്കറിയാലോ, നമ്മുടെ പ്രതാപകാലത്ത് ഈ കാർത്തു എന്ന് പറയുന്നവളെ നമ്മുടെ മുന്നിലേക്ക് പോലും വരത്തില്ലായിരുന്നു. ഇന്നിപ്പോ അവളാ നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ ചക്രം തിരിക്കുന്നത്. അവൾ എന്തു പറയുന്നോ അതേ ദീപേട്ടൻ പോലും കേൾക്കുന്നുള്ളൂ. ഒരുത്തനും ഒരുത്തിയും കൂടെ അവളുടെ തലമുടി കൊണ്ടുപോയിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. ഏട്ടനൊന്ന് നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ലായിരുന്നു. ആർക്കും ഒരു കുഴപ്പം സംഭവിക്കില്ലായിരുന്നു. നീ എന്താടാ ഈ പറയുന്നത്? 10-21 വർഷമാണ് ഞാൻ എന്റെ മോളെ കാണാൻ നടന്നത്. ആ മോളേതോ അനാഥാലയത്തിലോ
അല്ലെങ്കിൽ മറ്റാരുടെയും സംരക്ഷണത്തിലോ ആണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അമേരിക്കയിൽ നിന്ന് സ്ഥിരമായിട്ട് ഇങ്ങോട്ട് താമസം മാറ്റിയപ്പോഴും എന്റെ മനസ്സിൽ ആ മകളായിരുന്നു. ഓരോ പെൺകുട്ടികൾ എന്റെ കൺമുന്നിൽ കൂടി പോകുമ്പോഴും അതെന്റെ മകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ മഞ്ജുനടയ്ക്ക് സ്നേഹിച്ചത്. അവസാനം സ്വന്തം മോളെ കണ്ടു കഴിഞ്ഞപ്പോ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചതുപോലെയായി. എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ എന്തായിട്ടും ഉണ്ടായത്? നല്ലൊരു ദാമ്പത്യം തകർന്നില്ലേ? അത് തുടരുമോ മോനെ? എന്ന് ചോദിച്ചാ എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റില്ല. ഏട്ടൻ നിരപരാധി ആയിരിക്കാം, എന്നാൽ അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മളെക്കാൾ ഒരുപടി നല്ല സ്വഭാവമാണ് അരുൺ സാറിന്റേത്. ആത്മാർത്ഥത കൂടിപ്പോയതുകൊണ്ടാണ് ഒരു ചതി പറ്റിയെന്നറിഞ്ഞപ്പോ ഒരു കോംപ്രമൈസിനും തയ്യാറാവാതിരുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ വരുമ്പോ സന്തോഷമുള്ള മുഖങ്ങളൊന്നുമല്ല കാണുന്നത്. എല്ലാവർക്കും മാറ്റമുണ്ട്. എന്തൊക്കെയോ വിഷമങ്ങൾ ഉള്ളിൽ വെച്ചോണ്ടാ എല്ലാവരും സംസാരിക്കുന്നതും പെരുമാറുന്നതും. ശരിക്കും എന്താ എടുത്തി പറ്റിയത്? എനിക്കൊരു സൂചനയെങ്കിലും തന്നൂടെ? വേറൊന്നുമല്ല ദേവേ, നമ്മളൊക്കെ സംസാരിച്ച കാര്യം തന്നെയാ. കാർത്തൂന് പഴയ പോലെ മോളുടെ അച്ഛനെ കുറിച്ച് പറയുമ്പോ ദേഷ്യമൊന്നുമില്ല. അരുണിന് ഇടയ്ക്കെപ്പോഴോ അച്ഛനെ കുറിച്ച് ശാപവാക്കുകൾ പറഞ്ഞപ്പോ കാർത്തൂന് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരാളെ അങ്ങനെയൊന്നും ശപിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു കളഞ്ഞു. അതാണ് അരുണിന് ഈ ദേഷ്യം. ഇതുവരെ കാർത്തൂനോട് അരുൺ അങ്ങനെ ചൂടായിട്ടില്ലല്ലോ. ഇവിടെ നന്നായി ദേഷ്യപ്പെട്ടു. അന്നേ ദിവസാ മോള് പിണങ്ങി വീട്ടിലോട്ട് പോയത്. അപ്പച്ചി ചായ? എനിക്ക് ചായയൊന്നും വേണ്ട. ആ മോളെ, ദീപേട്ടൻ എവിടെയാ? ഞാനിപ്പോ വീട്ടിലുണ്ട്. അച്ഛന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോണേ. അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മോള് പേടിക്കണ്ട. ജീവേട്ടന്റെ അടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ഒന്നും സംഭവിക്കില്ല. അച്ഛന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ അത് നമ്മുടെ എല്ലാം കുടുംബത്തെ ബാധിക്കും. അതൊന്നും എനിക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാ. എനിക്കറിയാം മോളെ, നീ ഭയക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. എന്റെ ഒരു നോട്ടം ജീവേട്ടന്റെ മേലെ എപ്പോഴും ഉണ്ടാവും. പോരെ? അത് മതി. അല്ല, മോളിപ്പോ എവിടെയാ? ഞാനിവിടെ സാറിന്റെ വീട്ടിലാ. വല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോയല്ലേ? സാരമില്ല, എല്ലാം ശരിയാവും. ശരി ദേവേട്ടാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അയാൾ ഈ നാട്ടിൽ നിന്ന് തൽക്കാലം മാറി നിന്നേ പറ്റൂ. അരുൺ സാറും കാർത്തൂൻ തമ്മിൽ ഒന്നിക്കാതെ ഏട്ടനോടൊന്ന് പോകുന്ന ലക്ഷണമില്ല. എടാ, അവര് ഒന്നിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ മാറിയല്ലേ പറ്റൂ. രണ്ടു കൂട്ടർക്ക് ഉപദേശം കൊടുക്കാമെന്നല്ലാതെ ഒരു മാർഗമില്ല കണ്ണട്ട. അരുണിനോടോ അരുണിന്റെ അപ്പച്ചിയോടോ നമുക്ക് ഉപദേശമായിട്ടോ ശാസനയായിട്ടോ ഒന്നും പറയാൻ പറ്റില്ല. പറഞ്ഞാലും അവരതൊന്നും അംഗീകരിച്ചില്ല. പിന്നെയും പറയാൻ പറ്റുന്നത് നിന്നെ ഏട്ടനോട് മാത്ര. കാർത്തു എന്നെ കാണാൻ വന്നത് മോൾക്ക് അവളുടെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അച്ഛൻ എന്തെങ്കിലും പറ്റുമെന്നുള്ള പേടിയുണ്ട് കാർത്തൂന്. അത് പിന്നെ കാണത്തില്ലടാ. സാധാരണ പെൺകുട്ടികളെ പോലെ അല്ല കാർത്തു. മോളെ തല്ലുന്നവരെ പോലും തലോടുന്ന പ്രകൃതമാ. ആ നിലയ്ക്ക് സ്വന്തം അച്ഛൻ നിരപരാധിയാണെന്ന് അറിഞ്ഞതിന് ശേഷം ആ അച്ഛൻ എന്തെങ്കിലും ആപത്തൊന്നാ സഹിക്കൂ? എന്റെ ഏട്ടൻ നിരപരാധിയാണെന്ന് ഇവരൊക്കെ അറിയിക്കാൻ എന്താ കണ്ണട്ട മാർഗം? ഒരു മാർഗവുമില്ല. ജീവന്റെ പേര് പറഞ്ഞ പിന്നെ ഒന്നും കേൾക്കാൻ നിൽക്കാത്തവരോട് എങ്ങനെ ഡോക്ടർ നിരപരാധിയാണെന്ന് പറയാനാ? അത് പറയാൻ ചെല്ലുന്നവരെ അവര് തല്ലും. അതാ ഇപ്പോഴത്തെ അവസ്ഥ. ഞാനാണെന്നുണ്ടെങ്കിൽ എല്ലാം കണ്ടും കേട്ടും മടുത്തിരിക്കുക. എനിക്കിപ്പോ അരുണിന്റെ സംസാരമൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. വെറുതെ സാറുമായിട്ട് ഉടക്കല്ലേ കണ്ണട്ട. എങ്കിലും പറയുന്നതിനൊക്കെ ഒരു മറുപടി പറയേണ്ടി വരും. നമ്മളെ അരുണിന് അറിയാലോ നന്നായിട്ട്. നമ്മൾ അവർക്ക് ദോഷമായിട്ട് ഒരു കാര്യം ചെയ്യൂ? കാർത്തു ചെയ്യൂ? എന്റെ മോൾ ഇതിനോടകം ഒരുപാട് കരഞ്ഞു കഴിഞ്ഞു ദീപ. ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് ഉറക്കമില്ല. അവള് ശരിക്കും ഭക്ഷണം കഴിക്കുന്നില്ല. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ ദീപ. അതുകൊണ്ട് ഇനി അരുണാണെങ്കിലും അരുണിന്റെ അപ്പച്ചിയാണെന്നുണ്ടെങ്കിലും ചിലപ്പം എനിക്ക് കുറച്ച് മുഷിച്ചൊക്കെ സംസാരിക്കേണ്ടി വരും.
അമ്മ ഇടയ്ക്കൊക്കെ ഓരോന്ന് കയറി പറയുന്നുണ്ട്. അത് ഞാൻ വിലക്കുന്നുണ്ടെങ്കിലും അതൊക്കെ വേണമെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. ഇതൊരു വലിയ തലവേദന ആയാലോ കണ്ണട്ട. തലവേദനയല്ല, ഒരു മാറാവ്യാധിയായിട്ട് മാറിയിരിക്കുക. നിന്റെ ഏട്ടൻ ഈ സമയത്ത് നാട്ടിലോട്ട് വന്നതിനാണ് ഏറ്റവും വലിയ തെറ്റ്. എന്നാൽ അതിനുശേഷം അയാളുടെ മകളെ തേടി നടക്കണ്ടായിരുന്നു. നിർഭാഗ്യവശാ മകളെയും കണ്ടെത്തി. മഞ്ജു അനന്തു അതിനായിട്ട് നിൽക്കുക. അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ മതി. പിന്നെ ചെയ്യേണ്ടത് അവര് ചെയ്തോളൂ. അവരെന്തെങ്കിലും ചെയ്താലും വലിയ കേസൊന്നും ആകത്തില്ല. ദേവനന്ദയുടെ സ്വന്തം മോളും അനന്തരവനും അല്ലേ. അതുകൊണ്ട് നമ്മൾ തന്ത്രപരമായിട്ട് നീങ്ങണം. അതിന്റെ കാരണം എന്തായിരിക്കും? നമ്മൾ ചിന്തിക്കുന്ന പോലെ മന്ത്രവാദം തന്നെ. ഇനിയിപ്പോ അതൊരു സംശയമായിട്ട് ഉള്ളിൽ കടന്നുകൂടിയെങ്കിൽ അനന്തേട്ടനൊന്ന് അന്വേഷിച്ചു നോക്ക്. ചിലപ്പോ ഉത്തരം കിട്ടിയേക്കും. ഇനിയിപ്പോ എവിടെ തുടങ്ങണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഡോക്ടർ ജീവനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നപ്പോ നമുക്കൊരു കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ അതെങ്കിലും ഒരു ആശ്വാസമായനെ. ഇവിടെ ഒന്നും നടന്നില്ല. നല്ല സാമ്പത്തിക ഞെരുക്കമുണ്ട്. എന്റെ സ്വർണം വിറ്റ കാശ പലപ്പോഴും പലതിനും ഞാൻ അനന്തേട്ടന് തന്നുകൊണ്ടിരുന്നത്. നിങ്ങൾ നിങ്ങളുടെ പൈസ എടുക്കത്തില്ലല്ലോ. ആഹാ, പിന്നെ ഇവിടെ വീട്ടു ചെലവ് നടക്കുന്ന എങ്ങനെയാണെന്ന് നിന്റെ വിചാരം? എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇങ്ങനെയൊക്കെ പറയരുത് കേട്ടോ. ഞാനൊന്നും പറയുന്നില്ല. നമ്മൾ പൈസ കളഞ്ഞതിന് ഫലം ഉണ്ടായെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് അതില്ലാത്തതാണ് വിഷമം. ഇപ്പൊ നീയാ ശരിക്കും അനാഥയായിരിക്കുന്നത്. അങ്ങനൊന്നും പറഞ്ഞ് എന്നെ കൊച്ചാക്കണ്ട. അനന്തേട്ടന്റെ കാര്യോ? അനന്തേട്ടന്റെ അമ്മ പോലും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. എന്റെ അച്ഛനെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കാണാൻ വരുന്നില്ലേ? നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ലേ? അച്ഛൻ ഇപ്പോഴും മറ്റെല്ലാവരെക്കാളും ഇഷ്ടം എന്നോടാ. അനന്തേട്ടനാ ശരിക്കും ഇപ്പൊ ആരോരും ഇല്ലാത്തവനായത്. എല്ലാം ഒന്ന് കെട്ടടങ്ങിക്കോട്ടെ എന്ന് കരുതി ഞാൻ ശാന്തനായിട്ടിരിക്കുക. ഇനി ഒന്നെന്ന് തുടങ്ങണം. സ്വത്തും പണവും വിട്ടുള്ള കളിക്ക് ഞാനില്ല. അതിന് ആര് കാരണക്കാരായാലും അവരതൊന്നും ഒട്ടും അനുഭവിക്കാനും പോകുന്നില്ല. കണ്ണനും കണ്ണന്റെ അനിയൻ ദീപനും ഒക്കെ ജയിലിൽ കിടന്നവരല്ലേ. ഈ കണ്ണൻ എന്ന് പറയുന്നവൻ ഒരു തെറ്റും ചെയ്യാതല്ലേ അവിടെ കിടന്നത്. ജയിലിൽ കിടക്കാൻ വിധിയുണ്ടെങ്കിൽ അത് അങ്ങനെ സംഭവിച്ചിരിക്കും. അതാർക്കും തടുക്കാനൊന്നും പറ്റില്ല. എനിക്കിപ്പോ ക്രിമിനൽ മൈൻഡാ. നേരിട്ട് പോയി ഞാനൊന്നും ചെയ്യില്ല. പക്ഷേ ഒരാളെ വെച്ചിട്ടാണെങ്കിലും ഒരാളെ കൊല്ലണമെങ്കിൽ കൊല്ലും. അങ്ങനെയെങ്കിൽ ആദ്യം മരിക്കേണ്ടത് കാർത്തുവാ. സാർ അനാവശ്യമായിട്ട് ഞങ്ങളെയൊക്കെ സംശയിക്കുവോ? അപ്പച്ചി ഒരു സ്വപ്നത്തെ പറ്റി പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ അത്. ജീവൻ എന്ന് പറയുന്നതിനുമായി താൻ അടുപ്പം കാണിച്ചതിന് തന്റെ കരണത്തിന് ഞാൻ തല്ലിയെന്ന്. മരണതുല്യമായിട്ടുള്ള കാഴ്ച കണ്ടിട്ടും ഞാനങ്ങനെ ചെയ്തില്ല. സാറിന് എന്നെ തല്ലാം, കൊല്ലാം. എനിക്കൊരു പരാതിയും ഇല്ല. തന്റെ ദേഹത്ത് തൊടാൻ പോലും എനിക്കിനി ഒരു താല്പര്യമില്ല. തല്ലണമെങ്കിലും തൊടണമല്ലോ. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ. ചെകുത്താനും കടലിലും നടുക്കല്ലേ ഞാൻ. പോണോന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനി അപ്പച്ചി സംശയിച്ച നടന്ന കഥകളൊക്കെ പറയേണ്ടി വരും. അമ്മ ചെറിയ ചില സൂചനകൾ കൊടുത്തു. അവനോട് താൻ അകൽച്ച കാണിക്കാത്തതിന്റെ പേരിൽ എനിക്ക് ദേഷ്യമുണ്ടെന്ന്. അതത്ര വലിയ തെറ്റായിട്ടൊന്നും അപ്പച്ചി കണ്ടിട്ടില്ല. ഇനിയിപ്പോ അച്ഛനും മോളും തമ്മിൽ കാണുന്നുണ്ടെന്നും ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി അച്ഛനെ മോളെ ഊട്ടുന്നുണ്ടെന്നും അപ്പച്ചി അറിഞ്ഞ പിന്നെ എന്നെ വഴക്ക് പറയാനൊന്നും അപ്പച്ചിക്കില്ല. അതോടെ ചിലപ്പോ ബന്ധം പിരിയാൻ പറഞ്ഞെന്നിരിക്കും. എന്നാലും കുഴപ്പമില്ല. തനിക്ക് അച്ഛന്റെ കൂടെ ജീവിച്ചാൽ മതിയെന്നാണെങ്കിൽ അതും നടക്കില്ല. പിന്നെ തനിക്ക് തന്റെ അച്ഛനെ ജീവനോടെ കാണാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞ സ്വന്തം കുടുംബവും അവനെയും തനിക്ക് നഷ്ടപ്പെടും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായ എന്റെ തറവാടിന്റെ മുന്നിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ടല്ലോ, അതിലേക്കൊന്ന് ചാടിയാ മതി. പിന്നെ എന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. എന്നെ കൊണ്ട് സാറിനുള്ള ശല്യം അതോടെ തീരും. മടുത്തു എനിക്ക്. തല ഭിത്തിയിലടിച്ച് പൊട്ടിക്കാൻ തോന്നുക. ആർക്കും വിഷമം ഉണ്ടാവരുതെന്ന് ഞാൻ ഇന്നലെ വരെ ചിന്തിച്ചുള്ളൂ. എന്തിനാ എന്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരാള് ഇപ്പൊ വന്നതെന്ന് ഞാനും ആലോചിക്കുന്നുണ്ട്. ഇനി അമ്മ എന്ന് പറയുന്നവര് ജീവനോടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അവരിനി എന്നാണോ എന്തോ അവതരിക്കുന്നത്. എനിക്കാരെയും വെറുക്കാൻ പറ്റില്ല. എന്നെ സ്നേഹിക്കുന്ന ആരെയും.
അങ്ങനെ ഒരു സ്വഭാവമായി പോയി എന്റേത്. നാളെ മഞ്ജു അടുത്ത് കരഞ്ഞുകൊണ്ട് എന്റെ അടുത്തോട്ട് വന്നാലും ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കത്തേ ഉള്ളൂ. അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള സംസാരം കേട്ടിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലായേനെ. മോളിനി പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആഹാ, അപ്പ അവൾ അവിടെ നിന്ന് പോകുന്നോണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്? ആയിരിക്കണം. അപ്പോഴല്ലേ ദേഹത്ത് വെള്ളം വന്ന് വീണത്. അപ്പോഴേ സംസാരം മുറിഞ്ഞു. എന്താ പാത്തും പതുങ്ങി നിന്നതെന്ന് അവളുടെ അമ്മായിയമ്മ ചോദിക്കുകയും ചെയ്തു. ഇനിയിപ്പോ അതറിഞ്ഞിട്ട് ദീപൻ എന്റെ മെക്കിട്ട് കേറുവോന്നാ പേടി. എന്തെങ്കിലും തുമ്പ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അതിൽ പിടിച്ച് കേറായിരുന്നു. ഇനിയിപ്പൊ ചൂടുവെള്ളം തലവഴി വീണാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകും, മതിലകത്തും പോകും. എന്താണ് അവിടൊക്കെ നടക്കുന്നതെന്നൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഓണത്തിന് മുമ്പ് എല്ലാ വീട്ടിലും ഒരു തെറ്റിക്കലുണ്ടായ നമുക്ക് മനസമാധാനമായിട്ട് ഓണസദ്യ കഴിക്കാലോ. അല്ലെങ്കിൽ ദീപം പറയും ഇത്തവണത്തെ ഓണം മതിലകത്താകാന്ന്. പിന്നെ നമ്മൾ അങ്ങോട്ട് കെട്ടിയെടുക്കണം. എന്നിട്ടോ വെറുതെ ഇരിക്കാൻ പറ്റുമോ? അടുക്കളപ്പണി മുഴുവൻ നമ്മൾ രണ്ടാളും കൂടെ ചെയ്യേണ്ടി വരും. നമ്മുടെ അടുക്കളക്കാരായിട്ട് നിന്നവരാ ആ കാർത്തവും പവിത്രയൊക്കെ. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനിയിപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളായിരിക്കും അവിടുത്തെ അടുക്കളക്കാരികള്. കാർത്തവും പവിത്രയൊക്കെ രാജകുമാരിയെ പോലെ മുറിക്കകത്ത് കഥ കടച്ചിരിക്കും. ഉണ്ണാൻ സമയമാകുമ്പോ അവളുമാര് ഇലയുടെ മുന്നിൽ വന്നിരിക്കും. നമ്മൾ അങ്ങോട്ട് ചോറും കറികളും തട്ടിയിട്ട് കൊടുക്കണം. അല്ലാത്തൊരു ജീവിതമായി പോയി മോളെ. അനുഭവിക്കുക തന്നെ, അല്ലാതെ എന്ത് ചെയ്യാനാ? ഓ, ഞാൻ ഏതായാലും ഒന്നുകൂടെ ഒന്ന് കുളിക്കട്ടെ. ഞാൻ താഴെ കിടന്നോളാം. തന്നെ താഴെ കിടത്തേനെ അപ്പച്ചിയുടെ ഭാഗത്ത് നല്ല വിമർശനം ഉണ്ടായതാ. ഇനിയും കേൾക്കാൻ താല്പര്യമില്ല. അതിന് അപ്പച്ചി ഇപ്പൊ എവിടെ ഇല്ലല്ലോ. എങ്കിലും ചിലപ്പോ വിളിക്കും, വീഡിയോ കോൾ ചെയ്യാൻ പറയും. ആ സമയത്ത് താൻ താഴെയാണെങ്കിൽ കുഴപ്പാ. കട്ടിലിൽ ഒന്നിച്ചടക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? താൻ ഒന്നും ചെയ്യണ്ട, ഞാൻ പുറത്തിടന്നോളാം. അയ്യോ, അത് വേണ്ട. ഞാൻ മുറിക്ക് പുറത്ത് കിടക്കാം, ഹോളിൽ കിടന്നോളാം. എനിക്കതൊക്കെ ശീലമാ. അപ്പച്ചി വിളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ സമയത്ത് എന്നെ വിളിച്ചാ മതി. ഞാൻ അപ്പച്ചിയെ കാണിക്കാൻ വേണ്ടി കട്ടിലിൽ വന്ന് കിടന്നോളാം. ഇനി തന്നെ ഞാൻ പുറത്ത് കിടത്തിയെന്ന് മറ്റുള്ളവരെ കൊണ്ട് പഴി പറയിക്കാനാണോ പുറത്തേക്ക് പോകുന്നത്? അല്ല, സാറിന് ഞാൻ ഈ മുറി കിടക്കുന്ന ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. എന്നെ കാണുന്നത് പോലും ഇപ്പൊ വെറുപ്പാ. അത് ഞാൻ മനസ്സിലാക്കണമല്ലോ. എന്നെ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാള്, അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയണ്ട, വെറുതെ പറഞ്ഞു മുഷിയണ്ട. ഞാൻ ഏതായാലും പുറത്ത് കിടക്കാൻ പോവാ. ഞാൻ പറഞ്ഞിട്ട് പോകണ്ട. സാറിടയ്ക്ക് ഉറക്കം ഉണരുമ്പോ എന്നെ കണ്ട ദേഷ്യമായിരിക്കും. അതൊഴിവാക്കാനാ ഞാൻ പോകുന്നത്. രാവിലെ അമ്മ ഉണരുന്നതിന് മുമ്പ് ഉണരണം. അല്ലെങ്കിൽ ഹോളിൽ കിടക്കുന്ന തന്നെ കണ്ടിട്ട് പിന്നെ എന്റെ നേർക്ക് വരും. അല്ലെങ്കിൽ ഞാൻ എന്നും അമ്മ ഉണരുന്നതിന് മുമ്പ് ഉണരുമല്ലോ. ചിലപ്പോ ഇനിയിപ്പോ നാളെ മനഃപൂർവ്വം ഉണരാതിരിക്കും, എന്നെ വഴക്ക് കേൾപ്പിക്കാൻ. ഒരു തെറ്റ് ചെയ്തെന്ന് കരുതി അതിനു മുമ്പ് ഞാൻ സാറിന്റെ ഇഷ്ടങ്ങൾക്ക് എതിര് നിന്നിട്ടുണ്ടോ? ആർക്കറിയാം എതിര് നിന്നിട്ടില്ല എന്ന്. ഇനി അതൊക്കെ റിവൈൻഡ് ചെയ്ത് നോക്കണം, എങ്കിലേ അറിയാൻ പറ്റൂ. ഒരിക്കൽ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ ചെയ്യുന്ന മുഴുവൻ തെറ്റാണെന്ന് തോന്നും. നമ്മുടെ ഉള്ളിലേക്ക് സംശയം ഇരച്ചു കയറും. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ നേരത്തെ ഒഴിവാക്കായിരുന്നു വേണ്ടിയിരുന്നത്. തന്നെ പുറത്തു കിടത്തണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. താൻ പറഞ്ഞ പോലെ എപ്പോഴും കാണാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിലാക്കിയാ ഞാൻ പോകുന്നത്. എന്നും മറ്റുള്ളവരുടെ വിഷമങ്ങൾ അറിഞ്ഞേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ വഴക്കു പറയുന്നു കരുതിയിട്ട് അവൻ അങ്ങനെ പറഞ്ഞു അല്ലേ?
മോള് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇത്തിരി മനുഷ്യത്വം പോലും അവൻ മോളോട് കാണിച്ചില്ല. ഇതിന്റെ പേരില് സാറിന് വഴക്ക് പറയല്ലേ അമ്മേ? എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ഇന്ന് അവന്റെ അപ്പച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിലോ അവന്റെ കരണത്ത് കിട്ടിയേനെ. എനിക്കറിയാം ഇപ്പൊ മോൾക്ക് മാത്രമല്ല അവനും ഉറക്കമില്ലാന്ന്. രണ്ടാളും തിരിഞ്ഞും മറിഞ്ഞുമാ കിടക്കുന്നത്. പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് കണ്ണടയ്ക്കും, അല്ലെങ്കില് മോള് 5 മണിക്ക് മുന്നേ ഉണരുന്നതല്ലേ. അവന് മോളോട് ഇഷ്ടമില്ലെന്നൊന്നും കരുതണ്ട. മോളെ പറഞ്ഞു വിട്ട ശേഷം അവൻ അനുഭവിക്കുന്ന മനപ്രയാസം ഉണ്ടല്ലോ, അത് നേരിട്ട് കാണുന്നവളാ അമ്മ. എന്നുവെച്ചാ ഒരു സമയത്ത് അവന്റെ അപ്പച്ചി എതിർത്തിട്ടും മോളെ വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് നേടിയെടുത്തവനാ. അവന് പിന്നെ അത്ര പെട്ടെന്ന് മോളെ അങ്ങ് വിട്ടുകളയാൻ പറ്റുമോ? പിന്നെ കാണാൻ പാടില്ലാത്ത ഒരുത്തനെ മോള് പോയി കണ്ടു. അതിന്റെ പ്രതിഷേധം അവൻ കാണിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ മോള് ചിന്തിക്കുന്ന പോലെ മനസ്സിനകത്ത് വെറുപ്പൊന്നുമില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല അമ്മേ. സാറിനിപ്പോ എന്നോട് തീരാത്ത ദേഷ്യമുണ്ട്. എന്നാ എനിക്കതിന് സാറിനെ കുറ്റപ്പെടുത്താനാവില്ല. അങ്ങനെയെങ്കിൽ മോൾക്കിനി ജീവനെ സ്നേഹിക്കാതിരുന്നൂടെ? അവനെ തള്ളിക്കളഞ്ഞൂടെ? അമ്മേ അത് വേണ്ട. അയാള് ബെഡിലൊന്നും കിടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് അയാൾ പാവിരിച്ച് താഴെ കിടക്കാൻ പോയപ്പോ ഞാനാ പറഞ്ഞത് ഞാൻ താഴെ കിടന്നോളാന്ന്. അത് അയാൾ സമ്മതിച്ചില്ല. അങ്ങനെയാടാ ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പെൺകുട്ടികള്. സ്നേഹത്തെയും ബഹുമാനത്തെ പറ്റിയൊന്നും അമ്മ പറയണ്ട. പിന്നെ എന്തിനെ പറ്റിയാ പറയേണ്ടത്? നിന്റെ ഈ കൊള്ളരുതാത്ത പ്രവൃത്തികളെ പറ്റിയോ? അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ ചൂടാവുന്നേ? നിന്റെ അപ്പച്ചി നിന്നോട് പറഞ്ഞതൊക്കെ നിന്റെ മനസ്സിൽ വേണം. അപ്പച്ചി പറഞ്ഞൊക്കെ അതേപടി കേൾക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം. കാർത്തു ആകെ പരിധി വിട്ട് നിൽക്കുക. ഇനി എത്ര പഞ്ചപാവായാലും ശരി അവളൊരു തീരുമാനം എടുക്കും. എടുത്തോട്ടെ, എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോ? അങ്ങനെ കാർത്തു ഉറച്ച ഒരു നിലപാടെടുത്താ കാർത്തുവിനേക്കാളും നഷ്ടം നിനക്കായിരിക്കും. അത് മറക്കണ്ട. ഇതൊക്കെ അയാൾ കേൾക്കാൻ വേണ്ടിയാണ് അമ്മ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത്. കേട്ടാലും ഇല്ലെങ്കിലും നടക്കാൻ പോകുന്ന കാര്യങ്ങളാ ഞാൻ പറഞ്ഞത്. കുറച്ചു കഴിയുമ്പോഴേ കണ്ണനും പവിത്രയൊക്കെ അങ്ങ് മാറും. അവര് പറയും, മോളെ നീ ഇനി അങ്ങോട്ട് പോകണ്ടാന്ന്. പറഞ്ഞോട്ടെ, അതുകൊണ്ടല്ല അയാളെ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നത്. ആഹാ, ഇനി ഏതായാലും അങ്ങനെ നിർത്താനൊന്നും പറ്റത്തില്ല. ഞാൻ സമ്മതിക്കില്ല. ഇതേ ആ കൊച്ചായതുകൊണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിലേ നിനക്ക് ഇങ്ങനെ ഇട്ട് അമ്മാനോടാൻ പറ്റുമായിരുന്നോ? ആരമ്മാനമാടിന്ന് അമ്മ ഈ പറയുന്നത്? സുധാമണി, അമ്മായി അമ്മേ, നിങ്ങളുടെ മനസ്സിലിപ്പോ എന്താന്നൊക്കെ എനിക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് ജീവേട്ടന്റെ, അരുൺ സാറിന്റെ, അപ്പച്ചിയുടെയൊക്കെ മുടി ചില ഗുണ്ടകൾ പിഴുതോണ്ട് പോയി. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ ഞാൻ അറിഞ്ഞു. അവരിവിടെ വന്നിട്ടുണ്ട്. ദീപൻ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? ഓ, അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. സുധാമണി, ഞാൻ പറഞ്ഞല്ലോ, കരുണം കിടക്കുന്നതിന് മുകളിൽ വെച്ച വാഴ ഉണ്ടല്ലോ, അത് കൊലക്കാറായി. അത് വെട്ടിക്കളയുമ്പോ ദേ തൊട്ടടുത്ത് 2 വാഴയും കൂടി വെക്കാനുള്ള അവസരം എന്നെ കൊണ്ട് ഉണ്ടായിക്കരുത്. എന്തിനാ ദീപേട്ട ഞങ്ങളൊക്കെ ഇങ്ങനെ ശത്രുക്കളായിട്ട് കാണുന്നേ? അങ്ങനെ കണ്ടില്ലായിരുന്നു. പക്ഷെ ഭ്രാന്താശുപത്രിയിൽ നിന്ന് ഇവര് തിരികെ വന്ന ശേഷം നിന്റെ സ്വഭാവത്തിനുണ്ട് മാറ്റം. ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ച ചെവിയും കൊണ്ട് വരും. എന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ. ആ സ്വഭാവം രണ്ടാളും നിർത്തിക്കൊള്ളണം. അതുപോലെ ആവശ്യമില്ലാതെ അരുൺ സാറിന്റെ വീട്ടിലോട്ടായാലും മതിലകത്തോട്ടായാലും പോവാൻ പാടില്ല. പിന്നെ കാർത്തു ഇങ്ങോട്ട് വരുന്നെങ്കിൽ അത് എന്റെ കുഞ്ഞിനെ കാണാനാ. അതിനെ ആരും സംശയത്തോടെ വീക്ഷിക്കണ്ട. എനിക്ക് സംശയമൊന്നുമില്ല. നിനക്ക് സംശയം ഉണ്ടെന്ന് എനിക്കറിയാം. എടീ, ഞാൻ കാർത്തൂനെ സ്നേഹിക്കുന്നതിൽ നിനക്ക് നല്ല ദേഷ്യമുണ്ട്. എന്നാലേ നീ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സ്നേഹമല്ല ഞങ്ങൾ തമ്മിലുള്ളത്. അതെന്താണെന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. കാർത്തു ഇവന്റെ ആരുമല്ല. ഈ നാട്ടിൽ വന്ന ശേഷം കാർത്തൂനെയും കണ്ണനെയൊക്കെ ഇവൻ കാണുന്നത്. ഡോക്ടർ ജീവനെ എനിക്ക് കാണണമെന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാ. അവന്റെ വിഷയം ഇവിടെ സംസാരിക്കരുതെന്ന് ഞാൻ ശരത്തേട്ടനോട് പലതവണ പറഞ്ഞിട്ടില്ലേ? അവനെ പോലെ ഒരുത്തനെ ശരത്തേട്ടൻ കാണേണ്ട കാര്യമില്ല. ഞാൻ ആരെ കാണണം കാണണ്ടെന്നൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? അവനെ ശരത്തേട്ടൻ കണ്ടു കഴിഞ്ഞാൽ
പിന്നീട് ഒരിക്കലും നമ്മൾ തമ്മിൽ ഒരു ബന്ധവും കാണില്ല. ഈ പ്രായത്തില് അച്ഛനും അമ്മയും അടിച്ചു പിരിയുന്നത് നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ വിഷമായിരിക്കും. അതുകൊണ്ട് ഒരു വീട്ടിൽ പിന്നെ രണ്ടായി കഴിയും. ഇതിനു മുമ്പും അങ്ങനെ ആയിരുന്നല്ലോ കഴിഞ്ഞിരുന്നത്. എങ്കിലും ഇടയ്ക്ക് ഞാൻ ശരത്തേട്ടനെ മനസ്സിലാക്കി ജീവിക്കായിരുന്നു, ശരത്തേട്ടനെ നോവിക്കാതെ. അങ്ങനെ നോവിക്കാതെ ജീവിക്കുമ്പോഴും എന്റെ ഭാര്യയുടെ മനസ്സ് നന്നായി നോവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എടോ, ഈ അടുത്ത സമയത്ത് എപ്പോഴെങ്കിലും താൻ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടോ? എപ്പോ നോക്കിയാലും അർദ്ധരാത്രി കഴിഞ്ഞ് തന്നെ ബെഡിൽ കാണാറില്ല. വന്നു നോക്കുമ്പോ ഹാളിലുണ്ടാവും ഓരോന്ന് ആലോചിച്ചുകൊണ്ട്. എന്താണ് ഇത്രയ്ക്ക് ഉറങ്ങാതെ ആലോചിക്കാൻ? എന്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ ശരത്തേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ഇനിയൊന്നും പറയാനില്ല. എന്റെ മൂത്ത മോളും അനന്തുവാണ് എന്റെ സങ്കടം. അവരെ ഞാൻ ഓർത്തിരിക്കുന്നത്. ഒരിക്കലുമല്ല. തന്റെ മനസ്സില് കാർത്തു അരുണും തമ്മിലുള്ള പിണക്കം തന്നെയാ. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇനി സംസാരിച്ച് അത് മറ്റു വിഷയത്തിലേക്ക് തിരിയണ്ട. ഞാൻ തെറ്റൊന്നും ചെയ്തില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി തന്നെയാ, നമ്മൾ സ്നേഹിക്കുന്നവരുടെ നല്ല ഭാവിക്ക് വേണ്ടി തന്നെ. അരുണും കാർത്തും തമ്മിൽ അകൽച്ചയുണ്ടെന്ന് ശരത്തേട്ടൻ അറിഞ്ഞു. എന്നിട്ട് ഒരു ദിവസം അങ്ങോട്ട് പോയോ? എന്താ കാരണമെന്ന് അന്വേഷിക്കാൻ? എനിക്ക് കാർത്തുവിനേക്കാളും പ്രിയപ്പെട്ടത് മഞ്ജുവാണ്. അവൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെയാ ഞാൻ അങ്ങോട്ട് പോവാത്തത്. എന്നാ കേറി ചെല്ല് മൂത്ത മോളുടെ മരുമോന്റെ അടുത്തേക്ക്. അവര് നന്നായി സൽക്കരിക്കും ശരത്തേട്ടനെ. താൻ ഇനിയും പുറത്തു പോവുകയാണോ? എനിക്ക് അരുണിനെ ഒന്ന് കാണണം. ഞാൻ പോവാ. ധൈര്യത്തോടെ പറയാലോ പോവാന്ന്. കാരണം പോകുന്നേക്കാൾ സ്പീഡിൽ തിരിച്ചു വരില്ലേ? അതെനിക്ക് വേണ്ടിയല്ല സാറേ, സാറിനും സാറിന്റെ അപ്പച്ചയ്ക്കും വേണ്ടിയാ. വേണമെങ്കിൽ എനിക്ക് നടന്ന കാര്യങ്ങൾ തുറന്നു പറയാം, എന്നിട്ട് ഈ നാടകം ഒഴിവാക്കാം. എന്നാ അതുകൊണ്ടുണ്ടായേക്കാവുന്ന തിരിച്ചടി അറിയാവുന്നോണ്ടാ ഞാൻ സാറ് വന്ന് വിളിക്കുമ്പോഴും അപ്പച്ചി വന്ന് വിളിക്കുമ്പോഴും ഇങ്ങോട്ട് വരുന്നത്. സൗജന്യം അല്ലേ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കണ്ണേട്ടൻ വന്ന് സാറിനെ അറിയിച്ചു കഴിഞ്ഞു സ്വത്തുക്കളെല്ലാം തിരിച്ചു തരാന്ന്. ഞങ്ങൾക്ക് ചെറിയൊരു കൂരയിൽ കൂടണമെന്നേ ഉള്ളൂ, അല്ലാതെ അമിതമായിട്ടുള്ള മോഹങ്ങളൊന്നുമില്ല. തന്നതൊക്കെ തിരിച്ചു വാങ്ങുന്നതും ചോദിക്കുന്നതും ആണുങ്ങളുടെ സ്വഭാവമല്ല. അത് തന്നെയാ കണ്ണേട്ടനും പറഞ്ഞത്. സഹായിച്ചവരുടെ സൗജന്യം പിടിച്ചു പറ്റിയിട്ട് അവരെ നമ്മൾ ദ്രോഹിച്ചെന്ന് തോന്നിയാ വാങ്ങിയതൊക്കെ തിരിച്ചു കൊടുക്കണമെന്നാ കണ്ണേട്ടന്റെ അഭിപ്രായം. എന്നെ ഇങ്ങനെ എല്ലാരും കൂട്ടിയിട്ട് ശ്വാസം മുട്ടിക്കരുത്. എല്ലാത്തിനും വഴി ഒരുക്കിയതാ ഒറ്റ സംഭവം. അല്ലെങ്കിൽ എല്ലാം നന്നായി പോയേനെ. ഇനി ഒരിക്കലും സാറിന് ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. വിളിക്കോ, കാണാൻ ശ്രമിക്കുകയോ ചെയ്യില്ല. വലിയ ഉപകാരം. എനിക്ക് മനസ്സിലായി സാറിന്റെ ഉള്ളില് ഒരു തരി പോലും എന്നോട് സ്നേഹമില്ലെന്ന്. ഇനിയും അത് മനസ്സിലായില്ലെങ്കിൽ അത് എന്റെ നാടകമാണെന്ന് പറയേണ്ടി വരും. ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ നാടകം കളിച്ചിട്ടില്ല സാർ. പിന്നെ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സാറിന് വേണ്ടിയിട്ട് മാത്രമാ. നമ്മുടെ കല്യാണം മുതൽ ഒരുപാട് എനിക്ക് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ നല്ലതിന് വേണ്ടിയായിരുന്നു, ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചെയ്തത്. ഒന്നിച്ച് ജീവിക്കണം തനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാ എന്റെ വാക്കിനെ മറികടന്ന് താൻ ഓരോന്നും ചെയ്യുന്നത്. അത് തന്നെ ഇനി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പരമാവധി എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാം. ഏതായാലും ഡ്രസ്സൊന്നും എടുക്കുന്നില്ല. അപ്പച്ചി വരുമ്പോ തിരിച്ചു വരാം. കാർത്തുവിന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാനായി ഇവിടെ വീടെടുത്ത് താമസിക്കുന്നവനെ കൊല്ലാനാ ഞാൻ ആളെ വിട്ടത്. വീടിനകത്ത് കയറി അവനെ വെട്ടി നുറുക്കിയനെ. എന്നാ അവന് പകരം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് അവന്റെ അനിയനാ. അവൻ ജയിലിലൊക്കെ കിടന്നതാണല്ലോ, അവനും ഒരു ഗുണ്ടയാണല്ലോ. ഈ പോയവന്മാർക്ക് അവനെ അറിയാമായിരുന്നു.
അതുകൊണ്ട് അവന്മാര് തിരിച്ചു പോന്നു, അവന്റെ ഏട്ടനെ കൊല്ലാതെ. അവര് കൊന്നാലും പ്രതി നീയല്ലേ ദേവേ? നീ ജയിലിൽ പോവില്ലേ? പോയാലും കുഴപ്പമില്ല, നല്ലൊരു വക്കീലിനെ വെച്ചാ കേസിൽ നിന്ന് ഊരിപ്പോരാം. പിന്നെ കുറച്ചു ദിവസം ജയിലിൽ കിടക്കണമായിരിക്കും, അത് ഞാൻ കിടന്നോളാം. എന്നാലും അവനെ പിന്നെ കാണേണ്ടി വരില്ലല്ലോ. അത് കേട്ടപ്പോ എന്താ മോളുടെ മുഖം വാടിയത്? അവൻ മരിക്കുന്നതിൽ വിഷമമുണ്ടല്ലേ? ഞാൻ പറഞ്ഞല്ലോ അപ്പച്ചി, അതിന്റെ പേരില് അപ്പച്ചി ജയിലിൽ കിടക്കുന്നതാ എന്റെ സങ്കടം. ആർക്കറിയാം മനസ്സിലെന്താണെന്ന്. ഇത്തവണ പോയ ഗുണ്ടകള് പോയ പോലെ തിരിച്ചു വന്നു എന്നുവെച്ച് എല്ലായ്പ്പോഴും അങ്ങനെ ആകണമെന്നില്ല. എല്ലാവരും അവന്റെ അനിയന്റെ പരിചയക്കാരാവില്ലല്ലോ. നോക്കട്ടെ മിടുക്കന്മാര് വേറെയുണ്ടോന്ന്. നീ വെറുതെ തല്ലാനും കൊല്ലാനും ഒന്നും ആളെ വെക്കണ്ടെന്നാ ഞങ്ങള് പറയുന്നേ. അങ്ങനെയെങ്കിൽ അവൻ ഈ നാട്ടിൽ നിന്ന് പോണം, മറ്റുള്ളവർക്ക് ശല്യമാവാതെ. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന ഇത് മാത്രമല്ലേ സംസാരിക്കുന്നത്? അതെന്തുകൊണ്ടാ? അവനാ ഇപ്പോ നമ്മുടെ ജീവിതത്തിനിടയിലെ വില്ലൻ. അതുകൊണ്ടാ അവനെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാർത്തൂന് ഈ പറയുന്നൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലല്ലോ എടത്തി. അവൻ കാർത്തൂന്റെ അച്ഛനാണെന്നുള്ള ബോധം കാർത്തൂന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. അരുണിന്റെ തലയെ തൊട്ട് സത്യം ചെയ്തിട്ട് കാർത്തു തെറ്റു ചെയ്യോ? എന്തായാലും അരുണിനോട് കാർത്തൂനെ നന്നായി സ്നേഹിക്കാൻ പറയണം. ഏതു നേരവും മോളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാ മോൾക്ക് എവിടെയൊന്ന് മാറി നിൽക്കാൻ തോന്നും. ഇപ്പോഴും അതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ തന്നെ പറ നിന്റെ അനന്തരവനോട്. ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു. എന്റെ ജീവിതത്തിൽ എന്നും വിട്ടുമാറാത്ത ശനിയായി മാറിയിരിക്കുക ആ നന്ദി കെട്ടവൻ. അതുകൊണ്ട് തന്നെ എടത്തി ഞാൻ അവന്റെ മരണം ആഗ്രഹിക്കുന്നതും. നീ ജയിലിലേക്ക് പോകാതിരിക്കാൻ ചിലപ്പോ നീ ചെയ്യേണ്ടത് അരുൺ ചെയ്തെന്ന് വരും. ഇടയ്ക്കിടയ്ക്ക് അവനങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ ശരത്ത് എന്നെ വിളിച്ചിരുന്നു. ഇവർക്കൊക്കെ എന്താ പറ്റിയെന്നാ ശരത്ത് ചോദിക്കുന്നേ. ശരത്തിന് നല്ല വിഷമമുണ്ട് നിന്റെ ഈ പോക്കിൽ. ഇങ്ങോട്ട് വാടി. ആ മൂർഖം പാമ്പുണ്ടെങ്കിൽ വലിയ പ്രശ്നമാ. ആ എന്തായാലും തല്ലാനൊന്നും വരില്ലല്ലോ, വഴക്ക് പറയായിരിക്കും. അത് പറയട്ടെ. ദേ കുഞ്ഞിനെ അയലത്ത് കൊടുത്തിട്ട് ഇറങ്ങിയത്, പെട്ടെന്ന് തിരികെ പോണം. കാർത്തു ഇവിടെ ഉണ്ടോ ഇല്ലയോ അതാ നമുക്കറിയേണ്ടത്. അന്ന് സംസാരം കുറച്ചേ കേൾക്കാൻ പറ്റുള്ളെങ്കിലും അത് അത്ര വന്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. കാർത്തു ഇവിടെ നിൽക്കണമെന്നൊക്കെ അരുണിന്റെ അമ്മ പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് വേണം കരുതാൻ. ആ സ്ത്രീക്ക് കാർത്തൂനെ ജീവനാമേ, അതുകൊണ്ടൊന്നും വിട്ടു പറയത്തില്ല. നമ്മൾ ഇതുവഴി അമ്പലത്തിൽ പോയപ്പോ ഇവിടെ ഒന്ന് കേറി, അങ്ങനെ പറഞ്ഞാ മതി. കാർത്തു ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ അടുക്കളെ കാണും. അതുവഴി പോയ തിളച്ച വെള്ളം കോരി ഒഴിക്കോ എന്തോ. എന്നാ മുന്നിലൂടെ തന്നെ പോയാലോ? ഇപ്പൊ നമ്മള് പിന്നാമ്പുറത്തൂടെ പോകേണ്ട ആൾക്കാരല്ലേ മോളെ. മുന്നിലൂടെ പോകേണ്ട കാലമൊക്കെ കഴിഞ്ഞല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്താന്ന് നിനക്കറിയത്തില്ലേ? നമ്മളിപ്പോ പാപ്പരാ മോളെ. അവരുമായിട്ടൊക്കെ തട്ടിച്ചു നോക്കുമ്പോ ഒരുപാട് താഴെയാ. ഇനി പൊങ്ങാൻ ഒരു മാർഗവും ഇല്ല. ഇനി അങ്ങനെ പൊങ്ങണമെങ്കിൽ വീട്ടിലുള്ള ആണുങ്ങൾ കൂടി തോന്നണം. ദീപൻ ഒരിക്കലും നമ്മളെ ഉയർത്തി വിടത്തില്ല, ചവിട്ടി താഴ്ത്തത്തേ ഉള്ളൂ. എന്നിട്ട് കാർത്തൂന്റെയും കണ്ണന്റെയും ഒക്കെ താഴെ നിൽക്കാനേ അവൻ പറയത്തുള്ളൂ. പിന്നെ ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലി പിരിഞ്ഞെങ്കിൽ നമുക്കൊരു സമാധാനം, അത്രേ ഉള്ളൂ. ആ മോള് വാ. മതിലകത്താണ് ഓണത്തിനെല്ലാവരും ഒത്തുകൂടുന്നെങ്കിൽ അനന്തുവിനെയും മഞ്ജുവിനെയും അവിടേക്ക് വിളിച്ചുകൂടെ? വിളിച്ച അവര് വരുമോ? ഇനി വന്നൂന്നിരിക്കട്ടെ, വരുന്നത് കാർത്തൂനെ കൊല്ലാനായിരിക്കും. ഏതായാലും ഞാൻ ഓണത്തിന് വരുന്നില്ല തീരുമാനിച്ചിരിക്കുക. പിന്നെ ശരത്തേട്ടൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഒരുപാട് നാളായി എന്റെ തറവാട്ടിൽ ഓണത്തിന് പോയിട്ട്. ഇത്തവണ അവിടെ പോവാന്ന് കരുതി. അവിടെ പോയി കുറച്ചു ദിവസം നിന്നിട്ട് വന്നതല്ലേ ഉള്ളൂ. എങ്കിലും അത് ഓണത്തിനല്ലല്ലോ. ശരത്തേട്ടൻ എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ട് നടക്കുക. താൻ പറഞ്ഞത് ശരിയാ. മഞ്ജുവിന്റെ അനന്തുവിന്റെ മനസ്സിൽ മാത്രമല്ല, എന്റെ ഉള്ളിലും ഈ കാർത്ത് ഒരു ചോദ്യമായിട്ട് നിൽക്കുക.
കാർത്തുവിനെ താൻ അമിതമായി സ്നേഹിക്കുന്നത് എന്തുകൊണ്ടോ എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. കാർത്തു പാവം കുട്ടിയല്ലേ ശരത്തേട്ടാ, ദൈവചിന്തയായിട്ട് നടക്കുന്നവളല്ലേ. അതൊക്കെ ശരിയാ, എല്ലാം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ തന്റെ സ്നേഹം മൊത്തത്തിൽ കാർത്തുവിന് മാത്രം കൊടുക്കുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഏതു നേരം നോക്കിയാലും സംസാരിക്കുന്ന അത്രയും കാർത്തുവിനെ കുറിച്ചും. തന്റെ അച്ഛൻ കൂടി വന്നാ പറയുകയും വേണ്ട. പിന്നെ രണ്ടാളും ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞ് അഭിമാനം കൊള്ളുന്നത് കാണാം. മാളൂന് അങ്ങനെ തന്നെയാ, കാർത്തൂന്ന് വെച്ച ജീവന. ഒരിക്കലും നന്ദികേട് പറയരുത് ശരത്തേട്ടാ. നമ്മുടെ മോൾക്ക് ഒരു വലിയ ആപത്ത് വന്നപ്പോ കാർത്തു കരള് പകുത്തു കൊടുത്ത കൂട്ടത്തിലാ. അന്നത്തെ സംഭവമൊക്കെ ഓർമ്മയുണ്ടല്ലോ. കൊല്ലാൻ ശ്രമിച്ചവളെ സഹായിക്കായിരുന്നു കാർത്തു. അങ്ങനെയുള്ളൊരു കുട്ടിയെ എങ്ങനെയാ ശരത്തേട്ടാ സ്നേഹിക്കാതിരിക്കുന്നത്? തന്റെയും മാളുവിന്റെയും കാർത്തുവിന്റെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണല്ലേ? അതെ. എന്താ ശരത്തേട്ടാ അങ്ങനെ ചോദിച്ചത്? ഏയ് ഒന്നുമില്ല. അച്ഛൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറഞ്ഞില്ലേ മോളെ എന്തിനാ വന്നതെന്ന്. ഇങ്ങനെ സാഹസം കാണിക്കുമ്പോ എന്നെ കുറിച്ച് എന്റെ അച്ഛൻ ഓർക്കണം. ഞാൻ കാരണം ആ മോളുടെ ജീവിതം വഴിമുട്ടി എന്നറിഞ്ഞപ്പോഴാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അച്ഛന്റെ മരണം ഉറപ്പായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലോ എനിക്ക് പിന്നെ അച്ഛനും ഇല്ല ഭർത്താവും ഇല്ല. മോള് പറഞ്ഞത് ശരിയാ. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ മോൾക്കില്ലാതായ അച്ഛാ വേണ്ട, ഞാൻ മരിക്കാം. എല്ലാവർക്കും ഇടയിൽ കിടന്ന് നട്ടം തിരിയുന്ന ഞാൻ മരിക്കട്ടെ. മോളെ, അച്ഛൻ തന്നെ അച്ഛന്റെ ജീവൻ എടുത്താ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്റെ നന്മയ്ക്ക് വേണ്ടിട്ടാ, എന്റെ ഭാവിക്ക് വേണ്ടിട്ടാ അച്ഛൻ അങ്ങനെ ഒരു അബദ്ധം കാണിക്കുന്നെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഞാൻ പിന്നെ എന്ത് വേണം മോളെ? ഞാൻ ഇനി അരുൺ സാറിന്റെ ജീവിതത്തിൽ ഒരു ശല്യം ആവില്ല. മാറി നിൽക്കാനും മാറി നടക്കാനും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു ശക്തമായ തീരുമാനം എടുക്കല്ലേ മോളെ? എനിക്കിനി ഒരു വിഷമവും ഇല്ല. പക്ഷേ ഒരു കാരണവശാലും അച്ഛനായിട്ട് എന്നെ വിഷമിപ്പിക്കരുത്. നിങ്ങൾ തമ്മിൽ ഒന്നിപ്പിച്ചിട്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകാനിരിക്കുക. അതിന് നടക്കില്ല. എന്നും എന്നെ നോക്കിയത് എന്റെ കണ്ണേട്ടനാ. എന്റെ കല്യാണം കഴിഞ്ഞപ്പോ കുറച്ചുനാൾ അരുൺ സാറിനൊപ്പം ജീവിച്ചു. വീണ്ടും കണ്ണേട്ടനെ തണലായി. അത് മതി എനിക്ക്. എന്റെ കണ്ണേട്ടന്റെയും പവിത്രേടത്തിയുടെയും കൂടെ ഇനിയുള്ള കാലം ഞാൻ ജീവിച്ചോളാം. ഞാൻ വീണ്ടും പറയുവാ, ഒരു കാരണവശാലും മരണത്തെപ്പറ്റി ചിന്തിക്കരുത്. അങ്ങനെ ചെയ്താ തൊട്ടു പിന്നാലെ ഞാനും കാണും. അത് മറക്കണ്ട. മോളെ, ഞങ്ങള് അരുണേട്ടന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എവിടെ കണ്ണേട്ടൻ? ഒന്ന് വിളിച്ചേ. അങ്ങേര് എവിടെയെന്ന്? എന്താ? അപ്പച്ചയെ കരുതി മാത്രാ ഞാനിപ്പോ കാർത്തൂനെ സഹിക്കുന്നത്. പക്ഷെ ഇനി ഈ ബന്ധം ഒരിക്കലും വിളക്കി ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബന്ധം പിരിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. അരുണേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? വ്യക്തമായ ധാരണയോടെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്നും അവൻ വന്നു എന്റെ വഴിയിൽ തടസ്സമായിട്ട്. എന്നിട്ട് എന്റെ കയ്യിലേക്ക് ഒരു തോക്കും വെച്ച് തന്നു, കൊല്ലണമെന്നും പറഞ്ഞ്. അങ്ങനെ ഒരു പ്രകടനം നടത്തുമ്പോ ആരായാലും കൊല്ലില്ലല്ലോ. അങ്ങനെ കരുതിയിട്ടാവണം തോക്ക് എന്റെ കയ്യിൽ തന്നത്. അതുപോലൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. വെടിവെച്ച് കൊല്ലാൻ പോയപ്പോ ചാടി വീണു മോള്. അച്ഛനും മോളും കൂടിയുള്ള ഡ്രാമ അവിടെ നടന്നത്. എന്നിട്ട് വീണ്ടും അച്ഛനെ കൊല്ലരുതെന്ന് പറഞ്ഞ് നടുക്ക് കയറി അങ്ങ് നിന്നു കണ്ണേട്ടന്റെ അരുമ. എല്ലാവരും ചോദിക്കുന്ന തന്നെ ഞാനും ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, ഏട്ടൻ ഈ നാട് വിട്ട് പൊയ്ക്കൂടെ? അതിന് മനസ്സുകൊണ്ട് തയ്യാറെടുക്കാൻ ഞാൻ. അതിനു മുമ്പ് എനിക്ക് ഉറപ്പ് കിട്ടണം കാർത്തു അരുണും ഒന്നിച്ച് ജീവിക്കുമെന്ന്. അതിനി കുറെ സമയം എടുക്കേട്ടാ. എന്തിനാ തോക്കുമായിട്ട് അരുൺ സാറിന്റെ അടുത്തേക്ക് പോയത്? എന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് അരുൺ പലതവണ വീട്ടിൽ വന്നു. എന്നാ പിന്നെ അരുണിന്റെ ആ ആഗ്രഹം സഹായിച്ചു കൊടുക്കാന്ന് കരുതി. അരുൺ സാർ ആ സമയത്ത് വെടിവെച്ചിരുന്നെങ്കിലോ? മരിക്കും. അതുറപ്പിച്ചിട്ട് എന്നാ പോയത്. മരിക്കാൻ എനിക്ക് പേടിയില്ല മോനെ. എല്ലാവരാലും വെറുക്കപ്പെടുമ്പോ ആർക്കായാലും ജീവിതം മടുക്കും. ഒരു ദിവസം തന്നെ പോവാനും തോന്നും. അന്ന് ഈ കളിയൊക്കെ കളിച്ച ഗിൽബർട്ട് എന്ന് പറഞ്ഞവനിപ്പോ എവിടെ ഉണ്ട്? എനിക്കറിയില്ല.
അവനവിടെ ഉണ്ടെന്ന്. അവൻ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ അരുൺ സാറിന്റെയും സാറിന്റെ അപ്പച്ചിയുടെയും ഒക്കെ മുന്നിൽ കൊണ്ടുപോയിട്ട് സത്യം പറയിക്കായിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, ഇനിയിപ്പോ ഞാൻ നിരപരാധിയാണെന്നറിയാൻ ദേവയ്ക്ക് താല്പര്യമില്ല. അങ്ങനെ വന്നാ പിന്നെ കുറ്റബോധം എനിക്കല്ല, അയാൾക്കാ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും പരിഹരിക്കപ്പെടാൻ കഴിയാത്തൊരു വിഷയമാണിതെങ്കിൽ അതിനുള്ള പരിഹാരമാണ് എല്ലാവരും പറയുന്നത്. പഴയ പോലെ ഏട്ടൻ അമേരിക്കയിൽ സെറ്റിൽഡ് ആവണം. നിന്റെ ഏടതിയൊക്കെ എന്നെ വിട്ടുപോയി. ഇനിയിപ്പോ എന്തോന്ന് സെറ്റിൽഡ് ആവാനാ? പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പോവാം. ഈ ഓണമൊന്നും കഴിഞ്ഞോട്ടെ. ഓണത്തിന് സമ്മാനങ്ങളായിട്ടൊന്നും കാർട്ടൂനെ കാണാൻ പോകരുത്. വെറുതെ വിഷയങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. ഓരോ ദിവസം കഴിയുന്തോറും സാഹചര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക. കണ്ണേട്ടനും പപ്പേട്ടനോ ഏട്ടനോട് സംസാരിക്കാൻ എന്നെ ഇങ്ങോട്ട് വിട്ടത്. ഈ നാട്ടിൽ നിന്ന് ഏട്ടൻ പോകണം, അത് തന്നെയാണ് എല്ലാവരുടെ ആഗ്രഹം. കഴിവതും വേഗത്തിൽ യാത്രയാവാം. ഞാൻ അതിനുവേണ്ടി മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തട്ടെ. ടെക്സ്റ്റൈൽസിലേക്ക് പോവാണോ? അതെ, ശരത്തേട്ടനെ വിളിച്ചാൽ വരില്ലല്ലോ. അവിടെ ഒന്ന് വെറുതെ എന്തിനാ പാവെ പോലെ നിൽക്കുന്നത്? ഡ്രസ്സ് സെലക്ട് ചെയ്യാനൊന്നും എനിക്കറിയില്ല. അരുണും കാർത്തും വരാമെന്ന് പറഞ്ഞോ? പറഞ്ഞു. മാളും ഉണ്ണിയും വരുന്നില്ലേ? ഞാൻ വിളിച്ചു, പക്ഷേ അവര് വരുന്നില്ലെന്നാ പറഞ്ഞേ. ഞങ്ങൾ 3 പേരും കൂടി എല്ലാവർക്കും വേണ്ടത് സെലക്ട് ചെയ്താൽ മതിയെന്ന്. തിരിച്ചു വരുന്ന വഴി അനന്തുന്റെ വീട്ടിലൊന്ന് കയറ്. അവർക്കുള്ള ഡ്രസ്സെല്ലാം വാങ്ങുന്നുണ്ട്. അതുമായി ശരത്തേട്ടൻ പോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവർക്ക് എത്ര വില കൂടിയ ഡ്രസ്സായി പോയാലും അത് അവരെ നോക്കാൻ പോലും മെനക്കെടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. പക്ഷേ അത് ആദ്യത്തെയും അവസാനത്തെയും പോക്കായിരിക്കും. അവിടെ ചെല്ലുമ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വീകരണം കിട്ടിയില്ലെങ്കിൽ. എന്തായാലും മഞ്ജു സ്നേഹത്തോടെ നിന്നോട് പെരുമാറില്ല, ശരിക്കും വിമർശിക്കും. അതൊക്കെ ചെയ്തോട്ടെ, പക്ഷേ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന ഡ്രസ്സ് അവര് വാങ്ങണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ആ പരിസരത്തേക്ക് പോലും പോവില്ല. ഇതാവുമ്പോ ശരത്തേട്ടൻ വാങ്ങിയതാന്ന് പറഞ്ഞു കൊണ്ടു കൊടുത്താ എന്നെ കുറച്ച് കുറ്റപ്പെടുത്തിയാലും അവരത് വാങ്ങും. ഈ അടുത്ത ബന്ധുക്കൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്. അവര് ചിലപ്പോ നമ്മൾ എന്തെങ്കിലും പ്രസന്റ് കൊടുത്താലോ അതുപോലെ തന്നെ എവിടെയെങ്കിലും വരണോന്നും പറഞ്ഞ് സ്നേഹത്തോടെ വിളിച്ചാലോ വരില്ല. എങ്കിലും അവരുടെ മനസ്സിലുണ്ടാവും നമ്മൾ ചെന്ന് വിളിച്ചല്ലോ എന്ന്. മഞ്ജുവിനോടും അനന്തുവിനോടും എനിക്ക് വെറുപ്പൊന്നുമില്ല. ശരത്തേട്ടൻ ഒരു കാര്യം ചെയ്യ്, അവിടെ ചെന്നിട്ട് എന്നെ ഉപദേശിക്കുന്ന പോലെ അവരെ ഒന്ന് ഉപദേശിക്ക്. മകളും മരുമകനും അല്ലേ, അപ്പോ അവരതിൽ കുറച്ചെങ്കിലും അനുസരിക്കണം. അതിലൊരു തെറ്റുമില്ല. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. കാർത്തുവും അരുണും തമ്മിലുള്ള പിണക്കം അറിയായിരുന്നു. അവരുടെ പിണക്കം മാറ്റാനാ രണ്ടാളെയും ഞാൻ ഒരുമിച്ച് വിളിക്കുന്നത്. ഇവിടെയാണ് എനിക്കൊരു പൊരുത്തക്കേട് തോന്നിയത്. അരുണും കാർത്തുവും പക്വതയുള്ളവരാ. അവര് തമ്മിൽ അകലുമ്പോ അതിന്റെ പിന്നാലെ താൻ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ടല്ലോ. എന്നാ ഒരു കാര്യം താൻ മനസ്സിലാക്കിക്കോ, ഈ ലോകത്ത് തീവ്രമായി സ്നേഹിക്കുന്നവർ തമ്മിൽ അകലുന്നതാണ് സൂക്ഷിക്കേണ്ടത്. എന്നും അടിയും വഴക്കോട്ട് കഴിയുന്നവര് ഇണങ്ങും പിണങ്ങും. എന്നാൽ അതുപോലെയല്ല ഞാൻ ഈ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നവര്. അവരകന്നു കഴിഞ്ഞാൽ അകന്നതാ. അവർ പിന്നീട് അടുക്കാനുള്ള സാധ്യത കുറവാണ്. അയാൾ കുളിക്കാൻ കയറിയിട്ടുള്ളൂ എന്നാ പറഞ്ഞേ. മാക്സിമം 10 മിനിറ്റ്. അതിനുള്ളിൽ കാർത്തുവിനോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത നിമിഷം അപ്പച്ചി ഇവിടെ എത്തും. ഇതുകൊണ്ടാ കാർത്തുവിനെ ഇവിടെ പിടിച്ചു നിർത്തണമെന്ന് ഏത് നേരവും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അയാളും കണ്ണേട്ടനൊന്നും പഴയ പോലെ അല്ലല്ലോ. ഇനിയിപ്പോ എങ്ങനെയായാലും ഒന്നുമില്ലാന്നൊരു മട്ട. അങ്ങനെ ഒരു സാഹചര്യം നീ തന്നെ ഉണ്ടാക്കിയതല്ലേ. അവസാനം എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമെന്ന് അറിയാം. ഇനിയിപ്പൊ ഞാൻ കീഴടങ്ങി കാർത്തുവിനെ വിളിച്ചോണ്ട് വന്ന അയാള് തോന്നിയ പോലെ നടക്കും. ഏതു നേരം കാണാൻ പാടില്ലാത്ത ഒരുത്തനെ പോയി കാണും. അവർ തമ്മിലുള്ള ബന്ധവും വളരും. അമ്മ, അത് ഇതിനേക്കാളും വലിയ തലവേദനയാവൂ. എനിക്ക് തോന്നുന്നില്ല. ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഇനി കാർത്തു ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇനി അവനെ പോയി കാണുമെന്ന്. അമ്മ എന്താ ഈ പറയുന്നത്? ശത്രുക്കളെ പോലെ സ്നേഹിക്കുന്ന സ്വഭാവമുള്ള ഒരാള് പിന്നെ അയാളെ കാണാതിരിക്കോ? ഇപ്പൊ അവന്റെ കാര്യത്തിൽ അയാൾ കൂടുതൽ സെന്റിമെന്റലാവുന്നത്. അവനെ കൊല്ലാൻ നോക്കിയപ്പോ അയാൾ നടത്തിയ പ്രകടനമൊക്കെ അമ്മയോട് ഞാൻ പറഞ്ഞാണല്ലോ. നീ പെട്ടെന്ന് പോയി കാർത്തുവിനെ കൂട്ടിക്കൊണ്ടു വരാൻ നോക്ക്. വീഡിയോ കോളല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ആളടുത്ത് വേണ്ടേ?
അവിടെ പോയി വിളിച്ചോണ്ട് വരാൻ 5 മിനിറ്റ് പോലും വേണ്ടല്ലോ. ആദ്യം ഒന്ന് കണ്ണേട്ടനെ വിളിക്കാം. ഇങ്ങോട്ട് കൊണ്ടുവിടുകയാണെങ്കിൽ അത്രയും സമയം ലാഭിക്കാമല്ലോ. നീ എന്താന്ന് വെച്ചാ ചെയ്യേ. അല്ല പിന്നെ നമ്മളായിട്ട് അരുണിന്റെ അപ്പച്ചയെ ഒന്നും അറിയിക്കട്ടെ. അമ്മയുടെ നാമൊന്നും നിയന്ത്രിച്ചേ പറ്റൂ. എനിക്കങ്ങനെ നിയന്ത്രിക്കണമെന്നൊന്നും തോന്നിയിട്ടില്ല. അവരുടെ മനസ്സിലും കുറച്ച് സംശയങ്ങൾ കിടക്കട്ടെന്നേ. അല്ലെങ്കിൽ തന്നെ എത്ര നാളിത് മൂടി വെക്കാൻ പറ്റും? അരുണാ വിളിക്കുന്നേ. ആ അപ്പച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണും. എടുക്കെടുക്ക്. ആ എന്താ അരുണേ? കാർത്തൂനെ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ ഏട്ടാ? എന്താ കാര്യം? അപ്പച്ചി വിളിച്ചു. കാർത്തൂന്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കാർത്തു കുളിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പച്ചി വീഡിയോ കോൾ വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് കാർത്തു വിടില്ല. അമ്പലത്തിൽ പോയിരിക്കുക. ചേർത്തെടുത്ത് ദേവക്ഷേത്രത്തിലാണോ? പെട്ടെന്ന് കാർത്തു അവിടെ വരെ എത്തണമെന്നുണ്ടെങ്കിൽ അരുൺ വന്ന് വിളിച്ചേ പറ്റൂ. ഇത് വല്ലാത്തൊരു ശ്വാസം മുട്ടല്ല അരുണേ. ഞങ്ങളൊക്കെ ഇതിനകത്ത് കിടന്ന് വല്ലാതെ വീർപ്പ് മുട്ടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കേ. അപ്പച്ചി വിളിച്ച് പെട്ടെന്ന് കാർത്തുന്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞപ്പോ പെട്ടുപോയി. ആ കാർത്തു ഇവിടെ ഇല്ലാത്തത് ഭാഗ്യായി. അല്ലെങ്കിൽ ഇപ്പൊ ഓടേണ്ടി വന്നേനെ. കാർത്തൂനൊന്ന് വിളിച്ച് വിവരം പറ കണ്ണേട്ടാ. അതിനൊന്നും ആവശ്യമില്ല. 24 മണിക്കൂർ ഇതിന്റെ പിന്നാലെ നടക്കലാണോ നമ്മുടെ ജോലി? അമ്മ പറയുന്നതൊക്കെ ശരിയാ പവിത്രേ. കാർത്തൂന് ഇത് വലിയ വിഷമായിട്ടുണ്ട്. അച്ഛനെയും കാണണ്ട, ഭർത്താവിനെയും കാണണ്ട, അങ്ങനെ ഒരു തീരുമാനത്തിലാ മോൾ. അച്ഛനുമായിട്ട് സംസാരമൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ഞാൻ കേട്ടതാ. ഇനി അച്ഛൻ കാണാൻ വരണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനേക്കാളും വലിയൊരു കാര്യം എന്നോട് മോള് പറഞ്ഞു. ഏതെങ്കിലും ആശ്രമത്തിൽ പോകാൻ പോകണം മോള്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്കാണ് മോളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോ മോളെ കൊണ്ട് നിർബന്ധിച്ചൊന്നും ചെയ്യിക്കണ്ട. മോളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. ഒരു കാരണവശാലും മോളെ ആരും കുറ്റപ്പെടുത്തരുത്. എന്തായി? അമ്പലത്തിൽ പോയ ആൾ വിളിക്കായിരുന്നു, എടുക്കുന്നില്ല. കാർത്തുവേ തൊഴുതുകൊണ്ട് നിൽക്കുമായിരിക്കും, പിന്നെ എങ്ങനെ എടുക്കുന്നത്? ഇനി അമ്പലത്തിൽ പോയതുകൊണ്ട് ചിലപ്പോ മൊബൈൽ എടുത്തു കാണില്ല. മൊബൈൽ എടുത്താലും ഇല്ലെങ്കിലും കൊള്ളാം. ദേവി ഉടനെ വിളിക്കും. അപ്പോഴവളോട് സമാധാനം. അപ്പച്ചിക്ക് മൊത്തത്തിൽ സംശയം തലയ്ക്ക് പിടിച്ചിരിക്കുക. മിക്കവാറും കാർത്തൂനോടുള്ള അരുണിന്റെ ദേഷ്യവും വാശിയും ഒക്കെ ഇതോടെ അവസാനിക്കും. ഞാൻ അയാളോട് അവിടെ നിൽക്കാൻ പറഞ്ഞല്ലോ. എന്റെ അമ്മയും പറഞ്ഞാണല്ലോ. അങ്ങനെ പറഞ്ഞ എങ്ങനെ നിക്കാൻ അരുണേട്ടാ? അത് സ്നേഹത്തോടെ അല്ലല്ലോ പറയുന്നത്, രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പറച്ചിലല്ലേ. ഇനിയിപ്പോ ഉള്ളതുള്ളതുപോലെ അങ്ങ് പറയാം. അത് ഞാൻ മോളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അരുണിന്റെ ഏട്ടനും ഏട്ടത്തിയുണ്ടല്ലോ, അവരെ പോലും കാർത്തു സ്നേഹിക്കുന്ന കൂട്ടത്തിലാ. കാർത്തുവിനെ അവരിപ്പോഴും കൊല്ലാൻ നടക്കുകയാണെന്ന് അറിയാമെങ്കിലും അങ്ങനെയുള്ള ആ പാവം സ്വന്തം അച്ഛൻ നിരപരാധിയാണെന്നറിഞ്ഞാൽ അയാളെ തള്ളിക്കളയോ? ആര് പറഞ്ഞോ നിരപരാധിയാണെന്ന്? എന്റെ കണ്ണനും പവിത്രയും പപ്പനും ഒക്കെ ദുഷ്ടന്മാരെ സ്നേഹിക്കുന്ന കൂട്ടത്തിലല്ല. അവർക്കൊരു സഹായവും ചെയ്തു കൊടുക്കില്ല, ആ ഉറപ്പ് എനിക്കുണ്ട്. അവരൊക്കെ ഡോക്ടർ ജീവനെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടെങ്കിൽ അങ്ങേര് നല്ലവനാ. പിന്നെ സാമർഥ്യമുള്ളവർ വിചാരിച്ച ആടിനെ പട്ടിയാക്കാനും പറ്റും. ഇപ്പൊ എല്ലാവരും അവനൊപ്പം ചേർന്നു മനസ്സിലായി. ഞങ്ങൾ ആരും ചേർന്നതല്ല. പിന്നെ ഒരു വിഷയം വരുമ്പോ എല്ലാ വശവും ചിന്തിക്കണമല്ലോ. എനിക്ക് സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. കാർത്തു എവിടെ പോയെന്നെങ്കിലും ഒന്ന് പറ. കാർത്തു വെച്ച് അമ്പലത്തിലോട്ടാ പോയത്.
അമ്പലത്തിൽ നിന്ന് കാർത്തു മടങ്ങി പോന്നു. ആ എന്നാ പിന്നെ വിജിതയുടെ വീട്ടിലോട്ടോ മറ്റോ പോയിട്ടുണ്ടാവും കുഞ്ഞിനെ കാണാൻ. ഇനി ഞാൻ പൊക്കോട്ടെ? കുറച്ചു സമയം കൂടി ഇവിടെ നിന്ന വലിയ ഉപകാരമായിരിക്കും. അപ്പച്ചി സംശയമുള്ളതുകൊണ്ടാ വീഡിയോ കോളിലൊക്കെ വരാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇനിയും വിളിക്കും കുറച്ചു കഴിഞ്ഞ്. അത് ശരിയാ മോളെ, മോൾ ഇനി കുറച്ചു ദിവസം ഇവിടെ താമസിക്കേ. അത് വേണ്ടാന്ന് കണ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വൈകുന്നേരം ഞാനങ്ങ് പോവും. രാത്രി വിളിച്ചാലോ? പിന്നെ ഞാൻ അങ്ങോട്ട് വരണോ? നീ എന്തിനും മോളോട് ചൂടാവുന്നത്? അങ്ങനെ ചൂടാവാൻ നിനക്കെന്താ അവകാശം? നീ മോളെ വിട്ടുകളഞ്ഞില്ലേ, പിന്നെ ചൂടാവൊന്നും വേണ്ട. നീ വിളിക്കുമ്പോ മോൾ ഓടി വരുന്നതേ മോളുടെ സൗജന്യമാ. എനിക്കൊന്നും പറയാനില്ല. എന്നെ എല്ലാരും കൂടി പ്രതിസന്ധിയിലാക്കി. ഇനിയിപ്പൊ അപ്പച്ചി എല്ലാം അറിയുന്നെങ്കിൽ അറിയട്ടെ. എന്തായാലും അപ്പച്ചി ഇനി എല്ലാം അറിഞ്ഞ ശേഷം അപ്പച്ചി ഞാനൊരു കൊലയാളി ആക്കില്ല. മിക്കവാറും അവനെ ഞാൻ കൊല്ലും. മോൾ ഇതൊന്നും കാര്യാക്കണ്ട. അവൻ ഇപ്പോഴാകെ വിഷമത്തിലാ. മോളും കണ്ണനും ഒക്കെ കുറച്ച് തന്റെ ഇടം കാണിച്ചപ്പോ അതവനെ നന്നായി ബാധിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ തോന്നുന്നില്ല അമ്മേ. സാറിനെ ശല്യം ചെയ്യാൻ ഞാൻ ഇനി ഒരിക്കലും ശ്രമിക്കില്ല. അതിനുവേണ്ടി ഞാൻ എന്റെ മനസ്സ് പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുവാ. മോളെ പോലെ ഒരു മരുമോളെ ഒരു കാരണവശാലും എനിക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ഇനി ഇത് ശരിയാവില്ലമ്മേ. എന്റെ അച്ഛൻ നിരപരാധിയാണെന്ന് 100% എനിക്ക് ഉറപ്പാ. അച്ഛന്റെ ഭാഗത്തെ കാര്യങ്ങൾ കേൾക്കാൻ ആരും തയ്യാറായിട്ടില്ല. അത് മാത്രം മോള് പറയരുത്. ഞാൻ പറയുന്നതില് എന്റെ അമ്മ തെറ്റ്. അപ്പച്ചിയുടെ കൂട്ടുകാരിക്കാണ് ചതി പറ്റിയത്. അതിന്റെ പേരില് അപ്പച്ചി വാശി വൈരാഗ്യവും കാണിക്കുന്ന മനസ്സിലാക്കാം. പക്ഷേ അമ്മ പോലും ആ ചതിയുടെ പേരില് എന്റെ അച്ഛനോട് ഇത്രയും വെറുപ്പ് കാണിക്കുന്ന എന്തിനാ? ഇനി അപ്പച്ചി തന്നെയാണോ ചതിക്കപ്പെട്ടത്? അതിൽ സത്യമുണ്ടോന്ന് ഇപ്പോഴും ഉറപ്പൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല മോളെ. ഇനിയെങ്കിലും ഡോക്ടറെ നിങ്ങൾ എല്ലാവരും ഒന്ന് വിശ്വസിക്കണം. ഡോക്ടറിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാ. ശരിയില്ലെങ്കിൽ പിന്നെ അങ്ങേരിങ്ങനെ കരഞ്ഞ് നിലവിളിച്ചോണ്ട് കാർത്തൂന്റെ പിന്നാലെ നടക്കുവോ? അത് മാത്രമാണോ? അങ്ങേരെ വെടിവെച്ചു കൊല്ലാൻ നോക്കിയില്ലേ? ഗുരുതരാവസ്ഥയിൽ അങ്ങേര് ആശുപത്രി കിടന്നില്ലേ? ആ സമയത്ത് പോലും മോളുടെ അമ്മയോട് അങ്ങേർക്ക് ഒരു ദേഷ്യവും തോന്നിയില്ല. അങ്ങനെയുള്ള മനുഷ്യനെ ഇനിയും സംശയിച്ചാ ദൈവദോഷം കിട്ടും മോളെ. ഞാൻ ആര് പറയുന്നത് വിശ്വസിക്കണമെന്ന് അറിയാത്ത അവസ്ഥയിലാ. ഇക്കാര്യത്തിൽ ജീവൻ ഡോക്ടർ പറയുന്നതാ സത്യം. പിന്നെ കണ്ണേട്ടനും പപ്പേട്ടനും ദീപനും ഒന്നും തെറ്റിന് കൂട്ടുനിൽക്കുന്നവരല്ല. അവർക്ക് ഈ ഒരു കാര്യത്തിൽ അരുണിനോടും മോളുടെ അമ്മയോടും ഇത്രയധികം തർക്കിക്കുന്നുണ്ടെങ്കിൽ അതിൽ കാര്യമുണ്ടെന്ന്